ബാർക്കോഴയിലെ തുടരന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർക്ക് സമർപ്പിച്ച ശേഷവും അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്റെ ഓഫീസിലെത്തി തെളിവെടുപ്പ് നടത്തിയെന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങൾ ബിജു രമേശ് പുറത്തുവിട്ടു. ഈ മാസം 5-നാണ് റിപ്പോർട്ട് സമർപ്പിച്ചതെന്ന് രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ടെങ്കിലും 7-ന് SP R സുകേശൻ ബിജു രമേശിന്റെ ഓഫീസിലെത്തിയിരുന്നു. സുകേശൻ തയ്യാറാക്കിയ റിപ്പോർട്ട് അല്ല കോടതിയിൽ സമർപ്പിച്ചതെന്ന ആരോപണം തെളിയിക്കാനാണ് ബിജു രമേശ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ബാർക്കോഴയിൽ മാണിക്കെതിരായ തുടരന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കി ജനുവരി മാസം 5-ന് വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറിയെന്നാണ് കോടതിയിൽ നിന്ന് ലഭിച്ച രേഖകളിൽ വ്യക്തമാക്കുന്നത്. എന്നാൽ റിപ്പോർട്ട് സമർപ്പിച്ചതിന് 2 ദിവസത്തിന് ശേഷം, അതായത് ജനുവരി മാസം 7-ന് SP R സുകേശൻ ബിജു രമേശിന്റെ ഓഫീസിലെത്തിയതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 7-ാം തീയതി രാവിലെ 11:53-നാണ് SP R സുകേശൻ ബിജു രമേശിന്റെ ഓഫീസിലെത്തിയിരിക്കുന്നത്. 1 മണിക്കൂറോളം ഓഫീസിൽ ചിലവഴിച്ച സുകേശൻ തന്റെ അക്കൗണ്ടുകൾ പരിശോധിച്ചതായും അതുകൊണ്ട് തന്നെ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് സുകേശൻ തയ്യാറാക്കിയതല്ലെന്നുമാണ് ബിജു രമേശിന്റെ ആരോപണം. കാര്യം ഈ 5-ാം തീയതി റിപ്പോർട്ട് കൊടുത്ത ആൾ എന്തിനാണ് 7-ാം തീയതി വന്ന് രാവിലെ 8 മണി മുതൽ അദ്ദേഹം ഇതിനു വേണ്ടി നടക്കുന്നത്? 8 മണിക്ക് വന്നിരിക്കുന്നു, 9 മണിക്ക് ഡ്രൈവറെയും കൂട്ടി മാണിസാറിന്റെ വസതിയിൽ പോകുന്നു. അതിനുശേഷം ഏകദേശം 2:30 മണി വരെ എൻ്റെ ഓഫീസിൽ നിന്ന് ആൾക്കാരുടെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യുന്നു, കണക്കുകൾ നോക്കുന്നു. എല്ലാം നോക്കിയതിന് ശേഷം അദ്ദേഹം റിപ്പോർട്ട് നേരത്തെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. എന്നാൽ കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് പരിശോധന നടത്തിയതെന്നാണ് വിജിലൻസിന്റെ വാദം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.